അനിയത്തിയുടെ പേര് ഹരിത. ഹരിത. ഹരിതയും മൂത്തയാളുടെ പേര് ഹരൺ. ഹരിദാസും ഹിരണും ഹരിതയും അല്ലെ? എല്ലാ ഹായിലാണ് തുടങ്ങുന്നത്. അത് അമ്മയുടെ കരവിരുതാണ്. ഇപ്പോൾ പ്രണയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ എങ്ങനെയാ ജീവിതത്തിനിടയിൽ ഈ ടൈമൊക്കെ കീപ്പ് ചെയ്യുന്നത്, ഈ എനർജി എങ്ങനെ കീപ്പ് ചെയ്യുന്നത്? പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും. ചില ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഇതൊക്കെ അടിച്ചിട്ടായിരിക്കും വേടൻ ഈ എനർജി കീപ്പ് ചെയ്യുന്നത് എന്നാണ്. ആ രഹസ്യം ഒന്ന് വെളിപ്പെടുത്തുക. ഇതൊന്നും അടിച്ചു കഴിഞ്ഞാൽ എനർജിയിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ എനർജി കീപ്പ് ചെയ്യണത് നമുക്ക് നല്ല സുഹൃത്തുക്കൾ വേണം. ഒന്നാമത്തെ കാര്യം, നമുക്ക് പേടി ഉണ്ടാവുന്ന സുഹൃത്തുക്കൾ വേണം. ഇന്നത് ചെയ്യുമ്പോൾ അവൻ്റെ നിന്ന് 2 അടി കിട്ടുന്നെങ്കിലും നമുക്ക് ബോധം ഉണ്ടാവണം. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നല്ല സുഹൃത്തുക്കൾ ഉള്ളപ്പോൾ പിന്നെ നമുക്ക് ഒരു എന്താണ് പറയുക, ഒരു ഉന്നം വെച്ചിരിക്കണം. നമുക്ക് ഇന്ന വർഷത്തിൽ ഇന്നത് എത്തിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. അപ്പോൾ പിന്നെ കളിക്കാനൊക്കെ പോവുക. ഇപ്പോൾ ഈ ഫോണിൽ കളിച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, നമ്മളെ ഫിസിക്കൽ സ്ട്രെങ്ത് നമ്മൾ തന്നെ വേറെ രീതിയിൽ മാറ്റും. പിള്ളേരുടെ കൂടെ മെയിനായിട്ട് പണ്ട് അന്ന് കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന കളികൾ ഇപ്പോഴും കളിക്കാൻ പറ്റുന്നില്ലല്ലോ. പലതും ഇപ്പോൾ പുറത്തിറങ്ങി കളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഞാൻ എന്നാലും പിള്ളേരുടെ കൂടെ ഞാൻ ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യും. എന്നാൽ വെയിറ്റ് ലിഫ്റ്റിംഗ് പരിപാടി ഒന്നുമില്ല, ബോക്സ് ചെയ്യും ഞാൻ ചെറുതായിട്ട്. അപ്പൊ അത് പിള്ളേരുടെ കൂടെ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയാണ് എനർജി നിർത്തുക. അങ്ങനെ തന്നെ കൃത്രിമമായിട്ടൊരു സാധനം വെച്ച് എനർജി നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ കൃത്രിമമായിട്ട് എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ട് എനർജി നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല. അത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആളായതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്. എനർജി ആയിരിക്കാൻ ലഹരികളല്ല, അതിന് നമ്മൾ തന്നെ തീരുമാനം എടുത്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വേദിയിൽ നിൽക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈ വോൾട്ടേജ് എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്ത വരി ഏതായിരുന്നു? അല്ലെങ്കിൽ ഇപ്പോഴും പെർഫോം ചെയ്യുന്ന വരികൾ ഏതാണ്? എനിക്ക് അതായത് നമ്മളിങ്ങനെ പൊട്ടിത്തെറിക്കുമല്ലോ, ഓഡിയൻസ് പൊട്ടിത്തെറിക്കുന്ന പോലെ ഓഡിയൻസിന്റെ ഇമോഷൻസ്, അവരുടെ കരച്ചില്, ചിരി, അല്ലെങ്കിൽ അവരിങ്ങനെ തുള്ളിപ്പോകുന്ന ഒന്നാണ്. മാത്രമല്ല അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് കൂടി അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഈ ആധുനിക ഇൻസ്ട്രുമെന്റ്സ് അല്ലല്ലോ, അതിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ലൈവ് അല്ലല്ലോ. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ പറ പോലുള്ള അല്ലേ അത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, ഇതിന്റെയൊക്കെ ഒരു ഗാംഭീര്യം ഓഡിയൻസിലേക്ക് കൃത്യമായിട്ട് ഷോക്ക് പോലെയാ പോകുന്നത്. അത് പ്രത്യേകിച്ച് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു സ്കില്ലാണ് അത്. ഈ എന്താണ് പറയാ, ഈ പറയുന്ന ലൈവ് അല്ലാതെ ഇലക്ട്രോണിക്കലി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ആൾക്കാരെ അഡ്രസ് ചെയ്യിപ്പിക്കുക എന്നുള്ള പറയുന്ന ഒരു സ്കില്ല് ഒരു മ്യൂസിക് പ്രൊഡ്യൂസറിന്റെ കയ്യിലും മിക്സും മാസ്റ്ററും ചെയ്യുന്ന ഒരാളുടെ കയ്യിലാണ് ഉള്ളത്. അപ്പൊ അത് അവരുടെ സ്കില്ലാണ് അത് ആക്ച്വലി.